അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൾഡ് ദോഹ പോർട്ടിലാണ്. അച്ഛനും അമ്മയുണ്ട് കൂടെ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിക്കട്ടെന്നിട്ട് നോക്കാം എന്താ സുഖം കഴിക്കാൻ. ആ കാണുന്നതാണ് ഓൾഡ് ദോഹ പോർട്ട്, അല്ലെങ്കിൽ മിന പോർട്ട് എന്നും പറയും. അതിൻ്റെ ബാക്കിലെ കാണുന്നത് കപ്പലാട്ടോ. നമുക്കതിൻ്റെ അങ്ങോട്ട് പോയാൽ അത് മുഴുവനായിട്ട് കാണാൻ പറ്റുമോ? മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പോയോക്കാം. വീഡിയോ കപ്പൽ കാണാൻ വന്നിരിക്കുകയാണ്. കപ്പൽ എങ്ങനെ ഉണ്ടമ്മേ? ബിൽഡിംഗ് കൂടി ആകുമ്പോൾ അത് മൊത്തത്തിൽ ഈ പോർട്ടിൻ്റെ ആർച്ച് ഷേപ്പിന് എന്ത് ഭംഗിയല്ലേ. ഇത്രയും വലിയൊരു കപ്പൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. എന്തായില്ലേ സംഭവം? ഇത്രയും വലിയൊരു സാധനം ഇങ്ങനെ വെള്ളത്തിൽ കൂടി പോകുന്നത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. നമുക്കിങ്ങനെ ഇതിൽ പോകാനാവോ? എപ്പോഴെങ്കിലും ഒക്കെ പോകാൻ പറ്റുമോ? ഒന്ന് പോണേന്. ഇന്നിത് ഇവിടുന്ന് നീങ്ങും തോന്നല്ലോ. ഇന്നെന്തായാലും പോകുന്ന കപ്പൽ തന്നെയായത്. നമുക്കൊന്ന് കാണാം ഫുള്ളായിട്ട്. കപ്പലൊന്ന് പോകുന്ന തോന്നിട്ടോ. കപ്പൽ പോകുന്നതിന് മുന്നേ ഒരു സൂചന കൊടുക്കുന്ന പൈലറ്റ് ബോട്ടുകളാണിത്. ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, കപ്പലൊരു തുറമുഖത്തോട് അടുക്കുന്നേരോ
കപ്പൽ തുറമുഖത്തുനിന്ന് പുറപ്പെടാൻ നേരത്തും അതുപോലെ പൈലറ്റായിട്ട് 2 ബോട്ടുകൾ ഒരുക്കി അവരെ സ്വീകരിക്കുന്നതോ അതുപോലെ കൊണ്ടുവിടുന്നത് പോലത്തെ ഒരു ഇതുണ്ട്. That's easy living. That's easy living. When you're in love and love, I'll never regret living for you. കണ്ടില്ലേ അമ്മേ, That's easy. ഇതാ കപ്പലുകൾക്ക് മുന്നിൽ ബോട്ട് 2 ഇങ്ങനെ When you're in love. അതിനൊരു യാത്രയപ്പോൾ കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ എൻ്റെ മുന്നിൽ സഞ്ചരിക്കുന്നത് ഞാൻ കേട്ടെ. റൂട്ട് ക്ലിയർ ആക്കുന്ന അങ്ങനെ ഇരിക്കതല്ലേ? അങ്ങനത്തെ എന്തോ സംഭവമാണ്. കൃത്യമായിട്ട് എനിക്കൊന്നും ധാരണയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് എന്തെന്ന് എനിക്കറിയാം. ഓ, എത്ര ആൾക്കാരുണ്ട് ഇപ്പം അതിൽ, എത്രയോ ആൾ നിൽക്കുന്നൊരു. ക്രൂയിസ് ഷിപ്പല്ലേ, ഇൻ്റർനാഷണൽ ട്രാവലല്ലേ, ഇവിടുന്ന് വിട്ടാൽ പിന്നെ വേറെ രാജ്യമാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ പറയും. ഇങ്ങനത്തെ വന്നിട്ടുണ്ടാവും. ഫ്ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്തിൽ എത്ര ആൾക്കാരുള്ളതാണ് ഫുള്ള് കടൽ മാർഗ്ഗമല്ലേ എത്തിച്ചേർന്നത്. എത്ര സാഹസപ്പെട്ടിട്ടാണ്. പിന്നെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കര പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വരുന്നവരായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർ അല്ലേ. അതുകൊണ്ട് നാട്ടിലുള്ളവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. വരുന്ന ആൾക്ക് പുറത്തൊരു ലോകം കാണാമെന്നുള്ളതുകൊണ്ട് സന്തോഷമായിരിക്കും. പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എത്തിയോ എന്തായി എന്നുള്ളൊരു, അന്നൊന്നും ഫോൺ സന്ദേശങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ള സമയത്ത് ഇവിടെ എത്രയോ പ്രവാസികൾ കടന്നു പോകും. നമുക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്കില്ലേ ഇപ്പം എത്ര ഈസി ആയിട്ടാണ് പോയി വരുന്നത്. 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് പോകുന്നുണ്ട്. ഇത്രയും സമയം കൊണ്ട് എല്ലാറ്റിലുപരി ഇപ്പോഴത്തെ കണ്ടുപിടുത്തങ്ങളല്ലേ കൂടുതലും. സാങ്കേതിക വിദ്യ ഇതന്നെ മെയിൻ. കപ്പൽ കണ്ടിട്ടുള്ള അഭിപ്രായം പറ. കപ്പലിനെ പറയാൻ നമ്മൾ ചെറിയ ചെറിയ ബോട്ടും തോണിയും ഇതെല്ലാം കണ്ടുവരുന്ന നമുക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര തന്നെയല്ലേ. ഇതിപ്പോൾ ഒരു വലിയ എടുത്താൽ കൊണ്ടാത്ത ബിൽഡിംഗ് ആയിട്ടല്ലേ കാണാൻ പറ്റുന്നത്. ഭയങ്കര നമ്മൾ ഒറ്റ നില ബിൽഡിങ്ങും കണ്ട് ഇപ്പോൾ ഇവിടെ വന്നേരല്ലേ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. അതേപോലത്തെ ഒന്ന് കടലിൽ നിൽക്കുന്നു. എന്താ ചെയ്യുക ഇപ്പോൾ ഇത്തരത്തില കാഴ്ചകൾ ഇങ്ങനെ കാണും. എല്ലാവരും എന്താ മനസ്സിന് സന്തോഷം വരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വന്നേരം സാധിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ കാണാൻ പറ്റുമെന്നൊന്നും വിചാരിക്കാത്തതായി ഈ ഒരു സമയം. ഇന്ന് പൊരേ കുതിരനെ ഇത് കാണുമോ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണെങ്കിൽ കാണില്ല. നാളേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണില്ല. ഒന്നിനെ മാറ്റി വെക്കരുതെന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് അന്നേരം അപ്പോൾ ചെയ്ത് തീർക്കുക. ഹാപ്പി? ഐ ആം വെരി ഹാപ്പി.
ആ കപ്പൽ നീങ്ങാൻ തുടങ്ങിയെന്ന്. ബന്ധിച്ച കയറെല്ലാം ലൂസായി വരുന്നുണ്ടല്ലോ. ആ അതന്നെ നീങ്ങി പോകുന്നുണ്ടല്ലോ. ആ ഇതെന്തൊരു വലിപ്പാ. എന്താ മക്കളെ ഇതിൻ്റെ വലിപ്പം ഇപ്പം ശരിക്കും കണ്ടില്ലേ. നീങ്ങിയതിന് ശേഷം അതിൽ ഫുള്ള ആളല്ലേ നിൽക്കുന്നത്. ഇതാ എത്ര സ്റ്റെപ്പായിട്ട് അതുള്ളത്. ഇതാ ഓരോന്നിത് തോന്നുമല്ല കാര്യം നോക്കുന്നത്. ഇത് മിസ്സായി പോയി നമ്മൾ വന്നില്ലെങ്കിൽ എന്തായാലും.
ഇവിടെ നിന്നും പുറപ്പെട്ട കപ്പൽ ഇതാ നീങ്ങി ഞങ്ങളുടെ പിന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ കാഴ്ച. എന്തായാലും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട നിങ്ങൾ ആസ്വദിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹായ് ഗായ്സ്, ഇന്ന് നമ്മളെ വീഡിയോ മിനാ പോർട്ടിൽ വരുന്നതും അവിടെ നിന്നൊരു ഷിപ്പ് കാണുന്നതും അച്ഛനും അമ്മയും കൂടി ഈ ഷിപ്പ് പോകുന്നത് നോക്കി നിൽക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ആദ്യമായി താങ്ക്സ് പറയട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മിനാ പോർട്ടിൽ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ റൂമിൽ വെറുതെ ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഇറങ്ങി തിരിച്ചതാണ്. ഇവിടെ കപ്പലുണ്ടെന്ന് അച്ഛൻ ഉച്ചയ്ക്ക് കണ്ടിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ കപ്പൽ കണ്ടു. അങ്ങനെ നമ്മളത് ജസ്റ്റ് ഒന്ന് കാണാൻ, ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ ഒന്ന് റിയലായിട്ട് കാണാൻ മനസ്സിലാക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇനിയും ഈ സപ്പോർട്ട് തുടരുന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഹേ സായിജ് ഫാമിലിയിൽ നിന്നും താങ്ക്സ്.